പ്രിയ വിദ്യാർത്ഥികളെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനുള്ള ഒരു ഇല്ലുസ്ട്രേഷനാണ് ഇന്നത്തെ ക്ലാസ്സിലും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇല്ലുസ്ട്രേഷൻ നമുക്ക് തുടങ്ങാം. ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് മിസ്റ്റർ സൂര്യ. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2021. 2021 മാർച്ച് 31 അവസാനിക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലെ ട്രയൽ ബാലൻസ് ആണ് താഴെ തന്നിട്ടുള്ളത്. അഡീഷണൽ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആദ്യം ട്രയൽ ബാലൻസിലുള്ള ഓരോ ഐറ്റങ്ങളും ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ രേഖപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ട്രയൽ ബാലൻസിൽ വരുന്ന ഫസ്റ്റ് ഐറ്റം ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ സെക്കൻഡ് ഐറ്റം വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത ഇലുസ്ട്രേഷനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തന്നത്. ട്രയൽ ബാലൻസ് തയ്യാറാക്കിയതിന് ശേഷമാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തിട്ടുള്ളത്. ഇവിടെ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിന് മുമ്പാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കല്ല അവർ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്, പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് അഡ്ജസ്റ്റഡ് പർച്ചേസ് അക്കൗണ്ട്. അങ്ങനെ വരുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിന് അകത്താണ് തരുന്നത്. ട്രയൽ ബാലൻസിന് അകത്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നതെങ്കിൽ അത് ഇനിയും ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തേണ്ടതില്ല. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് ഏതിനോടുകൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് അക്കൗണ്ടിനോട് കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പർച്ചേസ് അക്കൗണ്ടിൻ്റെ ബ്രാക്കറ്റിൽ അഡ്ജസ്റ്റഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ തേർഡ് ഐറ്റം വരുന്നത് ബിൽസ് പേയബിൾ ആണ്, ലയബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. പർച്ചേസസ് അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഈ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. ദെൻ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അസറ്റുകൾക്ക് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ഡെബിറ്റ് ബാലൻസുള്ള അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് 1 lakh. അപ്പോൾ ഈ 1 lakhനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? ഡെറ്റേഴ്സ് ആയിട്ട് കണക്കാക്കണം. ലയബിലിറ്റീസിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിൻ്റെ ബാലൻസ് 1,16,000 രൂപയാണ്. അത് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഡെബിറ്റ് ബാലൻസ് കോളത്തിൽ തന്നിട്ടുള്ളത് അസറ്റ് അക്കൗണ്ട് ആണ്, അത് ഡെറ്റേഴ്സ് ആണ് 1,00,000. ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ തന്നിട്ടുള്ളത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണ്, അതിൻ്റെ ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത് 1,16,000. ദെൻ ഇത് രണ്ടും കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിലാണ്. ദെൻ ബാങ്ക് ലോൺ ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. ബാഡ് ഡെപ്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. കമ്മീഷൻ റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ റെൻറ്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ സെയിൽസ് ഡയറക്റ്റ് ഇൻകം ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഫർണിച്ചർ അസറ്റ് ആണ്, അതും ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസും വരുന്നുണ്ട്, ഇൻകവും വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇൻകം ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതാണ് ഇൻകം ഏതാണ് എക്സ്പെൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എക്സ്പെൻസ് അക്കൗണ്ടുകൾക്കാണ് ഡെബിറ്റ് ബാലൻസ് വരുന്നത്. ഡെബിറ്റ് കോളത്തിൽ എഴുതിയിട്ടുള്ള എമൗണ്ടിനെയാണ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കേണ്ടത്. എത്രയാണ്? 4,000. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ക്രെഡിറ്റിൽ എഴുതിയ 2,000 ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്, അത് ഇൻകാണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ക്യാരേജ് ഇൻവേർഡ്സ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ക്യാരേജ് ഔട്ട്വേർഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് വരുന്ന എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇത്രയും അക്കൗണ്ട് ബാലൻസുകളാണ് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പരിശോധിക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ₹2,000. വേജസ് ഇനിയും കൊടുക്കാനുണ്ട്. അപ്പോൾ ആൾറെഡി വേജസ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 90,000 ആണ് ഈ വർഷത്തെ വേജസ് കൊടുത്തത്. 2,000 രൂപ ഇനിയും കൊടുക്കാനുണ്ട്. അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേജസ് എഴുതുമ്പോൾ അതിനോട് കൂടെ ആഡ് ചെയ്യണം.
കൊടുക്കാനുള്ള വേജസ് ആണ്, ലാബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലും കാണിക്കണം. ദെൻ സാലറി പ്രീപെയ്ഡ് ₹5,000. 5000 രൂപ സാലറി അടുത്ത വർഷത്തെ സാലറിയാണ്, അത് ഈ വർഷം തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള സാലറി ഈ വർഷം തന്നെ കൊടുത്തു. ഈ വർഷം കൊടുത്ത സാലറി എമൗണ്ട് എത്രയാണ്? താഴെ പറയുന്നുണ്ട് 20,000. ഇപ്പോൾ 20,000 രൂപയാണ് സാലറി പേയ്മെൻറ്റ് നടത്തിയത്. അതിൽ 5000 രൂപ അടുത്ത വർഷത്തേക്കുള്ള സാലറിയാണ്. എന്ന് പറഞ്ഞാൽ ഈ 20,000 രൂപ മുഴുവൻ ഈ വർഷത്തെ എക്സ്പെൻസ് അല്ല. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറി ഡെബിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രീപെയ്ഡ് സാലറി ലെസ് ചെയ്യണം. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. പ്രീപെയ്ഡ് സാലറി എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും രേഖപ്പെടുത്തണം. തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, റൈറ്റ് ഓഫ് ₹2,000 ആസ് ബാഡ് ഡെപ്റ്റ്. ഫർദർ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് എഴുതണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് ആൾറെഡി ഒരു ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 8,000. ആ 8,000 ഡെബിറ്റ് ചെയ്യണം, അതിനോടുകൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് എഴുതുന്ന സമയത്ത് ആ ഡെറ്റേഴ്സ് എമൗണ്ടിൽ നിന്ന് ഈ ഫർദർ ബാഡ് ഡെപ്റ്റ് മൈനസ് ചെയ്യണം. ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്, മേക്ക് എ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അറ്റ് 5% ഓൺ ഡെറ്റേഴ്സ്. 5% ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സിനുള്ള പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സ് എഴുതുന്ന സമയത്ത് ഫർദർ ബാഡ് ഡെപ്റ്റും മൈനസ് ചെയ്യണം, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും മൈനസ് ചെയ്യണം. ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്, മാനേജർ ഈസ് ടു ബി പെയ്ഡ് 10% കമ്മീഷൻ ഓൺ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. മാനേജർക്ക് എല്ലാ വർഷവും 10% കമ്മീഷൻ കൊടുക്കണം. കമ്മീഷൻ കൊടുക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റിനെ ബേസ് ചെയ്താണ്. മാനേജറുടെ കമ്മീഷൻ കൂടി ചെലവായി രേഖപ്പെടുത്തി കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് യഥാർത്ഥത്തിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് മാനേജറുടെ കമ്മീഷൻ രേഖപ്പെടുത്തുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റിൻ്റെ 10% കമ്മീഷൻ ആർക്ക് കൊടുക്കണം? മാനേജർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാനേജറുടെ കമ്മീഷൻ ഒഴികെയുള്ള എല്ലാ എക്സ്പെൻസുകളും ഇൻകങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റുകളും എല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷം നമ്മൾ റഫായിട്ട് പ്രോഫിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്ത് അതാണ് മാനേജറുടെ കമ്മീഷനായിട്ട് പരിഗണിക്കേണ്ടത്. അങ്ങനെ കിട്ടുന്ന കമ്മീഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ഈ കമ്മീഷൻ നമ്മൾ കൊടുത്തിട്ടില്ല, അത് കൊടുക്കാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും രേഖപ്പെടുത്തണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും രേഖപ്പെടുത്തണം, ബാലൻസ് ഷീറ്റിലും രേഖപ്പെടുത്തണം. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാം. ഇപ്പോൾ ട്രയൽ ബാലൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്താനുള്ള അക്കൗണ്ടുകൾക്ക് നേരെ ടി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമാണ് നമ്മളിപ്പോൾ പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യം രേഖപ്പെടുത്തേണ്ടത് പർച്ചേസ് അക്കൗണ്ടാണ്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ എമൗണ്ട് 2,10,000 ആണ് വരുന്നത്. പർച്ചേസ് റിട്ടേൺ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ആ അക്കൗണ്ട് നമുക്ക് അവിടുന്ന് ഒഴിവാക്കാം. ഇനി വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യണം. ഇനി വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വേജസ്. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. വേജസിൻ്റെ എമൗണ്ട് 90,000 ഇന്നർ കോളത്തിൽ എഴുതി, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 2,000, ടോട്ടൽ വരുന്നത് 92,000. വേജസ് അക്കൗണ്ടിൽ നമുക്ക് ഒഴിവാക്കാം. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട റേറ്റാണ് ഏറ്റവും താഴെ വരുന്നുണ്ട്, ക്യാരേജ് ഇൻവേർഡ്സ് 15,000. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ അതും ഒഴിവാക്കി. ദെൻ ഇനി വരുന്നത് സെയിൽസ് ആണ്. സെയിൽസ് റിട്ടേൺ വരുന്നില്ല. അപ്പോൾ സെയിൽസ് എമൗണ്ട് നേരിട്ട് എമൗണ്ട് കോളത്തിലേക്ക് രേഖപ്പെടുത്താം. ഈ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസിന് അകത്തായതുകൊണ്ട് അത് ഇനി വീണ്ടും ട്രേഡിംഗ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടതില്ല. അത് ആൾറെഡി പർച്ചേസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസിൽ അകത്ത് തന്നിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ എവിടെ മാത്രം പരിഗണിച്ചാൽ മതി? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം രേഖപ്പെടുത്തിയാൽ മതി. ഇത്രയും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്, 5 lakh. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. ബാലൻസ് വരുന്നത് 1,83,000. ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യണം. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട അക്കൗണ്ടുകൾക്ക് നേരെ പി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ഐറ്റാണ് ബാഡ് ഡെപ്റ്റ്. അതിൻ്റെ കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി നമ്മൾ പരിഗണിക്കണം. ഏതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്? റൈറ്റ് ഓഫ് ₹2,000 ആസ് ബാഡ് ഡെപ്റ്റ്. 2,000 രൂപ ഫർദർ ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യണം. അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ് ആണ് എഴുതേണ്ടത്, 8,000.
ദെൻ ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ് 2000. ടോട്ടൽ വരുന്നത് 10,000. അപ്പോൾ ബാഡ് ഡെപ്റ്റ് രേഖപ്പെടുത്തി. ബാഡ് ഡെപ്റ്റ് നമുക്ക് ട്രയൽ ബാലൻസിൽ നിന്ന് ഒഴിവാക്കാം. ദെൻ ബാഡ് ഡെപ്റ്റിൻ്റെ തൊട്ട് താഴെ വരുന്ന അടുത്ത ഐറ്റാണ് കമ്മീഷൻ റിസീവ്ഡ്. ഇൻഡയറക്റ്റ് ഇൻകം ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. കമ്മീഷൻ റിസീവ്ഡ് 5,000. അടുത്ത ഐറ്റം റെന്റ് റിസീവ്ഡ്. ഇൻഡയറക്റ്റ് ഇൻകം ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. റെന്റ് റിസീവ്ഡ് 20,000. അതും ഒഴിവാക്കി. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന റൈറ്റാണ് സാലറി. സാലറിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. പ്രീപെയ്ഡ് സാലറി ₹5,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള സാലറി ഡെബിറ്റ് ചെയ്യണം 20,000 ലെസ് പ്രീപെയ്ഡ് 5,000. നെറ്റ് എമൗണ്ട് 15,000 ആണ് ഈ വർഷത്തെ സാലറി എക്സ്പെൻസ് ആയിട്ട് രേഖപ്പെടുത്തേണ്ടത്. നെക്സ്റ്റ് ആയിട്ടാണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് പെയ്ഡും വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡും വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ് വരുന്നത് 4,000 ആണ്. ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ വരുന്നതാണ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കേണ്ടത്. 4,000 ഒഴിവാക്കി. ദെൻ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ വരുന്നത് ഇൻകം ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. എമൗണ്ട് 2,000. ദെൻ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന റൈറ്റാണ് ക്യാരേജ് ഔട്ട്വേർഡ്. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ട്രയൽ ബാലൻസിൽ വരുന്ന എല്ലാ ഐറ്റങ്ങളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഒരു ഐറ്റം കൂടി രേഖപ്പെടുത്താനുണ്ട്. ഏതാണ് ഐറ്റം? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അറ്റ് 5% ഓൺ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൻ്റെ 5% കണ്ടെത്തി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ടോട്ടൽ ഡെറ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് മൈനസ് ചെയ്യണം. ടോട്ടൽ ഡെറ്റേഴ്സ് ട്രയൽ ബാലൻസിൽ പറയുന്നുണ്ട് എത്രയാണ്? 1 lakh ആണ്. അതിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് 2,000 മൈനസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 98,000. അതിൻ്റെ 5% ആണ് ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആയിട്ട് പരിഗണിക്കേണ്ടത്. ഈക്വൽ ടു 4,900. ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് മാനേജറുടെ കമ്മീഷനാണ്. ഇറ്റ് ഈസ് ടു ബി പെയ്ഡ് അറ്റ് 10% ഓൺ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് മാനേജേഴ്സ് കമ്മീഷൻ. മാനേജറുടെ കമ്മീഷൻ രേഖപ്പെടുത്തുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റിന്റെ 10% മാനേജറുടെ കമ്മീഷനായിട്ട് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇതുവരെ എഴുതിയ എക്സ്പെൻസുകളും ഇൻകങ്ങളും പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടെത്തണം? പ്രോഫിറ്റ് കണ്ടെത്തണം. നോഷണൽ പ്രോഫിറ്റ് കണ്ടെത്തണം. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റും അതർ ഇൻഡയറക്റ്റ് ഇൻകങ്ങളും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,10,000 ആണ്. ആ 2,10,000 നിന്ന് ഇതുവരെ നമ്മൾ എഴുതിയ എക്സ്പെൻസുകൾ മൈനസ് ചെയ്യണം. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 2,10,000 മൈനസ് 38,900. ഇതുവരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത എക്സ്പെൻസുകളുടെ ടോട്ടലാണ് 38,900. അത് ക്രെഡിറ്റ് സൈഡിലെ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 1,71,100. ഇതാണ് നോഷണൽ പ്രോഫിറ്റ്. ഇതിൻ്റെ 10% ആരുടെ കമ്മീഷനായിട്ട് കണക്കാക്കേണ്ടത്? മാനേജറുടെ കമ്മീഷനായിട്ട് കണക്കാക്കേണ്ടത്. അപ്പോൾ 1,71,100 ഇൻറ്റു 10/100 ഈക്വൽ ടു 17,110. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലാണ് കൂടുതൽ വരുന്നത് 2,10,000. അത് ഡെബിറ്റിൽ എഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,53,990. ഇതാണ് നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ ആദ്യം രേഖപ്പെടുത്തുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റലിനോട് കൂടെ ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ക്യാപിറ്റൽ എമൗണ്ട് വരുന്നത് 2 lakh ആണ്. 2 ലക്ഷത്തിനോട് കൂടെ ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. 1,53,990. ടോട്ടൽ ചെയ്യുമ്പോൾ 3,53,990. ഇനി നമുക്ക് ഫിക്സഡ് അസറ്റുകൾ രേഖപ്പെടുത്താം. ഫിക്സഡ് അസറ്റിൽ ആദ്യം വരുന്നത് ബിൽഡിംഗ് ആണ്, 2 lakh. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. ഇനി വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് സൈഡിൽ എഴുതണം, 1,20,000. ദെൻ ഫർണിച്ചർ 46,000. അപ്പോൾ ഫിക്സഡ് അസറ്റുകളെല്ലാം രേഖപ്പെടുത്തി. ഇനി കറണ്ട് അസറ്റുകൾ രേഖപ്പെടുത്താം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 90,000. ദെൻ ഇനി വരുന്ന ബിൽസ് പേയബിൾ കറണ്ട് ലയബിലിറ്റി ആണ്, ലയബിലിറ്റി സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്, 20,000. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റാണ്, അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം, 10,000. ദെൻ ഡെറ്റേഴ്സ് രേഖപ്പെടുത്തണം. അതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? 2 അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നുണ്ട്. ഫർദർ ബാഡ് ഡെപ്റ്റും വരുന്നുണ്ട്,
പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും വരുന്നുണ്ട്. ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് 1,00,000 രൂപ ഇന്നർ കോളത്തിൽ എഴുതണം. ലെസ് ഫർദർ ബാഡ് ഡെപ്റ്റ് 2,000 ലെസ് ന്യൂ പ്രൊവിഷൻ 4,900. നേരത്തെ നമ്മൾ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാൽക്കുലേഷനാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ടോട്ടൽ ഡെറ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് കുറച്ച് കിട്ടുന്ന ഡെറ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ ആയിട്ട് കണക്കാക്കേണ്ടത്. അതും അതിൽ നിന്ന് ലെസ് ചെയ്യണം. നെറ്റ് എമൗണ്ട് വരുന്നത് 93,100. ഇനി വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി ആണ്. ലാബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം 1,16,000. ട്രയൽ ബാലൻസിലെ ലാസ്റ്റ് ആയിട്ടാണ് ബാങ്ക് ലോണ്. ഇറ്റ് ഈസ് എ ലാബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇറ്റ് ഈസ് എ ലാബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ദെൻ സാലറി പ്രീപെയ്ഡ് അസറ്റാണ്. പ്രീപെയ്ഡ് സാലറി എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഇനി വരുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് മാനേജേഴ്സ് കമ്മീഷൻ. മാനേജറുടെ കമ്മീഷൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 17,110. ഇത് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. ഇറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. മാനേജർക്ക് കമ്മീഷൻ കൊടുക്കാനുള്ളത് കൊണ്ട് അതിനെ ലാബിലിറ്റി ആയിട്ട് കണക്കാക്കണം. ലാബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തണം. ഔട്ട്സ്റ്റാൻഡിങ് മാനേജേഴ്സ് കമ്മീഷൻ 17,110. ഇത്രയും ഐറ്റങ്ങളാണ് ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്താനുള്ളത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 5,64,100, 5,64,100. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഇലുസ്ട്രേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കി. ഈ ട്രേഡിംഗ് അക്കൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വരുന്നില്ല. ഇത് രണ്ടും ഏത് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് പർച്ചേസ് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എഴുതുന്ന ജേണൽ എൻട്രി ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ലെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കിനെ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എഴുതുന്ന ജേണൽ എൻട്രി ആണ് പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തു. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് പർച്ചേസിൽ നിന്ന് ലെസ് ചെയ്തു. അങ്ങനെ അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ആയിട്ട് പർച്ചേസ് അക്കൗണ്ടിനെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അത് ബ്രോഡ് ഡൗൺ ചെയ്തു. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകങ്ങളും രേഖപ്പെടുത്തി നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ബാലൻസ്? നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ആണ് മാനേജേഴ്സ് കമ്മീഷൻ. മാനേജറുടെ കമ്മീഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി 2 മെത്തേഡുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് ഓൺ ദി ബേസിസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് മാനേജേഴ്സ് കമ്മീഷൻ. രണ്ടാമത്തെ മെത്തേഡ് ഓൺ ദി ബേസിസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് മാനേജേഴ്സ് കമ്മീഷൻ. ഇവിടെ ബിഫോർ ചാർജിങ് ആണ്. അതുകൊണ്ട് നമ്മൾ റഫായിട്ട് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ആ നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ബൈ 100. ഇനി ആഫ്റ്റർ ചാർജിങ് മാനേജേഴ്സ് കമ്മീഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതെങ്കിൽ ആ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. എന്താണ് മാറ്റം? നേരത്തെ പോലെ നോഷണൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 10/100 + 10, 10/110 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കതിനുള്ള ആൻസർ കിട്ടും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മാനേജറുടെ കമ്മീഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളത് ലാബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ടിൻ്റെ ഇലുസ്ട്രേഷൻസ് ചെയ്യേണ്ടത്? നമ്മൾ ഡിസ്കസ് ചെയ്ത ഇലുസ്ട്രേഷനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ.